ടിക്ടോക്ക് ഒക്കെ നേരത്തെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ എപ്പോഴും ചെയ്യില്ല, വല്ലപ്പോഴും ഒക്കെ ചെയ്തിടും. അപ്പൊ അത് ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു അങ്കിള് കലാകേളി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലിട്ടു. അതില് കുറെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്നെ ഒരു സീരിയലിലേക്ക് ഇങ്ങനെ വിളിച്ചു, പോയി, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആയി. അങ്ങനെയാണ് ഈ പാടാത്ത എൻട്രി ആവുന്നത് അല്ലേ? പത്തനംതിട്ടയല്ലേ വീട്? പത്തനംതിട്ട കോന്നി അവിടെയാണ് വീട്. അപ്പൊ ഈ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് കൂടുതലും പാടാത്ത പൈങ്കിളിയുടെ? ട്രിവാൻഡ്രത്താണ്. ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ഇപ്പൊ ട്രിവാൻഡ്രത്താണ് വന്നു. എനിക്ക് പോകും വരവൊക്കെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ? ഷൂട്ട് കഴിഞ്ഞ ഉടനെ പോകണം, ഉറക്കമില്ല. അതുകൊണ്ട് ഞാൻ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ആരൊക്കെ ഉണ്ട് ഇപ്പൊ വീട്ടില്? അമ്മ, സിസ്റ്റർ, ഞാന്. ഓക്കെ, അപ്പം അമ്മ, സിസ്റ്ററും മോളുമാണ്. ഓക്കെ, സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പൊ? സിസ്റ്റർ അവളൊരു ആർട്ടിസ്റ്റ് ആണ്. BBA ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. സൂര്യയില് ഭാവന എന്ന് പറഞ്ഞ് സീല് ചെയ്തോണ്ടിരിക്കുക. ഓ, പുള്ളിക്കാരിയും ദൈവമേ കലാപരമായി ഭയങ്കര അല്ലേ? കലാകാരേ ഉള്ളു, വീട്ടിൽ തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നല്ല പാട്ടുകാരിയാണ്. അമ്മ നല്ല പാടും, മോള് ആർട്ടിസ്റ്റ് ആണ്, അനിയത്തിയാണ് അല്ലേ? എല്ലാരും. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ മനീഷ എന്ത് ചെയ്യുന്നു? അല്ലടാ, പഠിത്തമൊക്കെ ഞാൻ BBA എയർലൈൻസ് ആണ് പഠിച്ചത്. ഇപ്പൊ 1 ഇയറോടെ ഞാൻ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഷൂട്ടില് കാര്യങ്ങളൊക്കെ വന്നോണ്ട് എനിക്കത് എക്സാം എഴുതാൻ പറ്റിയില്ല. പോയി എഴുതണം. എങ്ങനെയുണ്ടായിരുന്നു ഈ പാടാത്ത പൈങ്കിളിയിലേക്ക് വന്നപ്പോ? ആദ്യമായിട്ട് ആ ഒരു സെറ്റും, അതായത് അതൊരു വലിയ ബിഗ് സ്ക്രീൻ ഒക്കെ ആണല്ലോ. അപ്പം അതിലോട്ട്, അതായത് ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും വലിയൊരു സ്ക്രീനിലൊക്കെ എത്തിയപ്പോ പേടിയോ തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ ആരോടും സംസാരിക്കില്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് മാത്രം ഞാൻ ഭയങ്കര സംസാരമായിരിക്കും, ചളി അടിക്കും, അത് ഇത്. പക്ഷെ അല്ലാത്ത പക്ഷം ഇപ്പൊ റിലേറ്റീവ്സ് ആയി വീട്ടിലോട്ട് വന്നോട്ട് ഞാൻ മാറി നിൽക്കും. അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ഒരു പേടി. അങ്ങനെയുള്ളവർ എന്നെ ഇത്രയും ക്യാമറ അതിന്റെ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടിട്ടപ്പോഴത്തേക്കിന് ഞാൻ ആകെ തകർന്നു. പിന്നെ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിലെ തൊട്ട്. ഞാൻ നാടകം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡാൻസർ അല്ല. വിചാരിച്ചാ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിഞ്ഞൂട, ഇത്രയും ഫേസ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പതിയെ 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 അതൊക്കെ മാറി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഡയലോഗ് ഒക്കെ പറഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെ, ഒരുപാട്. അതെനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും, ഇപ്പോഴും കിട്ടും. ഇപ്പോഴും സാറെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെയും ആർട്ടിസ്റ്റുകളെ കാണുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലാണ്. അപ്പൊ അല്ല, എല്ലാ ആർട്ടിസ്റ്റുകളെ അപ്പൊ വഴക്ക് പറഞ്ഞെങ്കിലും സാർ അത് ആ ഷോട്ട് കഴിഞ്ഞ ഉടനെ വന്ന് മോളെ ഇങ്ങനെയാണ് എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ചൊന്നും ഇരിക്കത്തില്ല. എന്നാലും ചെറിയ രീതിയിൽ എനിക്കിപ്പോ കാണുമ്പോൾ എന്റെ ഒരു അച്ഛൻ വഴക്ക് പറയുന്ന പോലെ അങ്ങനെ എനിക്ക് തോന്നാറുള്ളൂ. അല്ല, ഞാൻ തന്നെ സാറിനോട് പോയി പറഞ്ഞിട്ടുണ്ട്, സാർ എന്നെ വഴക്ക് പറഞ്ഞോ, കുഴപ്പമില്ല, നന്നാവാൻ വേണ്ടി. അതെ, നമുക്ക് നന്നായിട്ട് നമ്മളെ സ്കൂളിൽ പോയാലും നമ്മുടെ ടീച്ചേഴ്സ് വഴക്ക് പറയും പഠിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒത്തിരി വഴക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? കുസൃതി കുട്ടിയായിരുന്നു? അല്ല, നേരത്തെ പറഞ്ഞു ഇൻട്രോവേർട്ട് ആയിരുന്നു അല്ലേ? അവിടെ സ്കൂളിലാണോ? സ്കൂളിൽ ചെറിയ ചെറിയ ഞാൻ നേരിട്ട് പോയില്ലെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ അവരെന്തെങ്കിലും ചെയ്താലും ഞാൻ ഉൾപ്പെടുമല്ലോ. അവരുടെ കൂട്ടത്തിൽ കൂടി ഞാൻ ഭയങ്കര ഇതായിരുന്നു. അപ്പം ഇപ്പൊ ഈ സെറ്റില് ഇപ്പൊ വഴക്കൊക്കെ കിട്ടുന്നത് അല്ലാതെ എന്തൊക്കെയുണ്ട് രസകരമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും? സെറ്റില് നമ്മുടെ സെറ്റ് എന്ന് വെച്ചാൽ അതൊരു ഫാമിലി പോലാണ്. എല്ലാവരും, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലാതെ എല്ലാവരും. ഇപ്പൊ എന്റെ അവിടെ ഒരുപാട് അങ്കിൾമാരുണ്ട്, എനിക്ക് ഒരുപാട് അങ്കിൾമാരുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് സംസാരിക്കാന്. നല്ല രസമാണ് അവരോട് സംസാരിച്ചിരിക്കാന്. പ്രൊഡക്ഷനിൽ പോയി അവിടെ പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ലൈഫിൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെ, അത് ആർട്ടിസ്റ്റുകളായാലും നമുക്ക് എന്തെങ്കിലും തെറ്റിയെങ്കിൽ പോലും അവര് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഇഷ്ടമാണ്. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ആഗ്രഹം? ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമില്ലേ? സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ സിനിമയിലേക്ക് ഫോക്കസ് ചെയ്തില്ല ഒരിക്കലും. സീരിയൽ ആണെങ്കിലും സിനിമയാണെങ്കിലും രണ്ടിടത്തും ആക്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണോ കിട്ടുന്നത് അത് ഞാൻ ചെയ്യും. ഞാൻ സിനിമ മാത്രം ചെയ്യുന്ന ഒരിക്കലും പറയില്ല. ഞാൻ നേരത്തെ മുൻപേ ഞാൻ സിനിമ താരമാകാം. സീരിയൽ എന്ന് പറഞ്ഞൊരു കാര്യം എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പൊ പോയി ഓഡീഷന് പോകും, അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇതാണ്. അപ്പൊ ഞാൻ സിനിമ വേണമെന്ന് പറഞ്ഞു പോയി. എനിക്കിത് ഞാൻ സ്വീകരിച്ചു. അപ്പൊ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് ഒരു കൺമണിയായിട്ട് മാത്രമാണ്. അപ്പൊ സിനിമ കിട്ടുകയാണെങ്കിൽ ചെയ്യും, ചെയ്യില്ല എന്ന് പറയില്ല, കിട്ടുവാണെങ്കിൽ ചെയ്യും. ഓക്കെ, അതായത് നമുക്കിപ്പോ ഹെസിറ്റേറ്റ് ചെയ്തില്ല അല്ലെ? സീരിയലാണ് വന്നത്, എന്നാലും ഇനി ഞാൻ സിനിമയെ ചെയ്യുള്ളൂ എന്ന് മാറി നിന്നിട്ടുള്ള ഒരു കുട്ടിയല്ല. നല്ല കുട്ടിയാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നല്ലോ. വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു നാടൻ ക്യാരക്ടറാണ്. ഇനിയിപ്പോ ഒരു സീരിയലിലെ ഒരു വില്ലത്തി വേഷം
അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റോള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും, എന്ത് വേഷവും ചെയ്യും, അങ്ങനെയാണോ? എന്ത് വേഷവും ചെയ്യും എന്ന് വെച്ചാൽ നമ്മളെല്ലാം നമ്മൾ ചിരിപ്പിക്കണം, എല്ലാം ചെയ്യണം. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണം. അപ്പൊ എനിക്കിത് മാത്രമേ ചെയ്യാൻ പറ്റൂ, എനിക്കിത് അങ്ങനെ